ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അതെ, അപ്പം ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂമി കുലുക്കമൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് സ്ഥലത്തെ ഒന്ന് കുലുക്കി. അപ്പൊ അതെന്തോ പ്രാർത്ഥനയാ. അതെ, അപ്പൊ പ്രാർത്ഥനയിൽ എന്തുണ്ട്? ചലനങ്ങളുണ്ട്, പ്രാർത്ഥനയിൽ കുലുക്കങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പലരും പ്രാർത്ഥിക്കുന്നവർ ഉറങ്ങി പോവാ. പക്ഷെ ഇവിടെ ഒരു കൂട്ടർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കുലുങ്ങിയെന്നല്ല, കുലുങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ഇരുന്നിടം കുലുങ്ങി. ഹല്ലേലൂയ. കർത്താവിന്റെ ദിവസങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചില പോരാളികളെ ആവശ്യമുണ്ട്. ഇളകാത്തത്, ചലിക്കാത്തത്, ആമയെ കെട്ടിക്കിടക്കുന്നത്, ആമയെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന നിങ്ങളിലൂടെ പുറത്തു വരട്ടെ. അങ്ങനെ പ്രാർത്ഥനയുടെ അഭിഷേകം കൈയടിപ്പിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ച കർത്താവേ, അങ്ങനെ ഒരു പവർഫുൾ പ്രാർത്ഥന എന്നിലേക്ക് സംഭവിക്കാൻ, അങ്ങനെ ഒരു പ്രാർത്ഥന അഭിഷേകം, ഒരു പ്രാർത്ഥന മാൻഡിലിന്റെ മേൽ വന്ന് വീഴണമെന്ന് പ്രാർത്ഥിച്ചേ. അങ്ങനെ ദീർഘനേരത്തെ പ്രാർത്ഥനകളുണ്ട്, പക്ഷെ ചെറിയ പ്രാർത്ഥനകളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിച്ചു, തീ കൊണ്ട് ഉത്തരം അരുളുന്നവൻ ആരോ അവൻ ദൈവം എന്ന് തെളിയിക്കേണ്ട ഒരു പ്രത്യേക ചലഞ്ചിൽ അകപ്പെട്ടിരിക്കുകയാണ്. അശ്വരുടെയും ബാലിന്റെയും 850 പ്രവാചക ഗണങ്ങൾ പ്രഭാതം മുതൽ ഉച്ചവരെയും നിലവിളിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ഏലിയാവ് എന്ത് ചെയ്യുകയാ? അവരെ പരിഹസിക്കാൻ തുടങ്ങി. നിന്റെ ദേവൻ എവിടെ പോയി? കുറച്ചുകൂടെ ഉറക്കെ വിളിക്ക്. വിദേശയാത്രയിലാണെന്ന് തോന്നുന്നു, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉറക്കെ വിളിക്ക്. തളർന്നു പോയെന്നൊക്കെ ചോദിച്ചു. ഒറ്റയ്ക്ക് നിന്ന ഈ വെല്ലുവിളി അഹങ്കാരമല്ല, ബുദ്ധിമോശമല്ല, ആത്മാവ് നൽകുന്ന ധൈര്യമാണ്. അങ്ങനെ നമ്മൾ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. എങ്ങനെ പ്രാർത്ഥിച്ചു? അവൻ എങ്ങനെ പ്രാർത്ഥിച്ചു? അതിന് മുമ്പത്തെ വാക്യമുണ്ട്, വേഗം വായിക്കണം. പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നതിനായിട്ടും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ, പൂർണ്ണ ധൈര്യം ഉണ്ടാകുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. എടുത്തുചാട്ടം, ആവേശം, അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പൂർണ്ണ ധൈര്യം ആത്മാവിനാൽ പകരപ്പെടുന്നത് മറ്റൊരു കാര്യമാണ്. 850 എണ്ണം ഒരു വശത്ത് വെല്ലുവിളിയുടെ ശബ്ദമുയർത്തി അവൻ ഞങ്ങൾ തെളിയിക്കാമെന്ന് ആക്രോശിക്കുമ്പോൾ, മറുവശത്ത് സ്തോത്രം പറയാൻ ഒരു ഹെൽപ്പർ പോലുമില്ല. അവൻ ഏലിയ ഒറ്റയ്ക്കാണ്. ആ ചലഞ്ച് അവൻ നേരിടുന്നത്, അവൻ സ്വീകരിക്കുന്നത്, അവന്റെ ഒരു അസാധാരണ ധൈര്യം വന്നതിനാലാണ്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൻ ആരുടെയൊക്കെ ഈ ധൈര്യം ഒന്ന് പകരപ്പെട്ടെങ്കിൽ കർത്താവിന് അങ്ങനെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ നിൽക്കുന്നവരെ ആവശ്യമാണ്. ഇതിനൊന്നും അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയല്ല ആദിമസഭ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ഇവരെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. 3-ാം അധ്യായത്തിൽ വായിക്കണ്ട, അവിടെ കാണുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന അവരുടെ ഗർഭപാത്രം മുതൽ മുടന്തനായ ഒരുവൻ, അവൻ ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. ഹല്ലേലൂയ. അവനെ ആ ദേവാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഭിക്ഷയാചിക്കാൻ പതിവായി ഇരുത്തുക ഉണ്ടായിരുന്നു. ഒരിക്കൽ 3-ാം മണി നേരത്ത്, സ്തോത്രമല്ല 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇവൻ അവിടെ നിന്നുകൊണ്ട്, യജമാനന്മാരെ വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു. ആമേൻ. പത്രോസും യോഹന്നാനും അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ നിങ്ങളുടെ കയ്യിൽ വെള്ളിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൊന്നില്ല, പക്ഷെ ഞങ്ങൾ ഒന്ന് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ
നീ എഴുന്നേൽക്ക. ഒരു പദമുണ്ട്, അവർ നോക്കി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കി. ഇതുവരെയും പലരും നോക്കിയതുപോലെയല്ല പത്രോസ് നോക്കിയപ്പോൾ നോട്ടത്തിനകത്തുകൂടെ ഒരു ദൈവശക്തി വെളിപ്പെടാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. ഉടനെ അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ഈ സംഭവം വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതന്മാരായ ഹന്നാവും കയ്യഫാവും ആമേൻ യോഹന്നാനും അലക്സാണ്ടറും പീലാത്തോസും എല്ലാവരും കൂടെ ചേർന്ന സന്നിഹിതരും സംഘം, യഹൂദ പരീശന്മാരുടെ പ്രമാണികൾ, ന്യായശാസ്ത്രിമാർ എല്ലാവരും ചേർന്ന് ഈ മാർഗത്തെ, ഈ പുരുഷന്മാരെ അമർച്ച ചെയ്യുവാൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. ഇനിമേലാ ഈ നാമം ഉച്ചരിക്കരുതെന്ന് തർജ്ജനം ചെയ്തു. തർജ്ജനം ചെയ്തപ്പോൾ അവർ മിണ്ടാതെ പോയി എന്നല്ല. നിങ്ങളുടെ കൂടെ വരണമേ. 4-ാം അധ്യായത്തിലേക്ക് ആമേ ഒന്ന് വന്നേ. അതിന്റെ 13-ാമത്തെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സോറി 10-ാമത്തെ വാക്യം. നിങ്ങൾ ക്രൂശിച്ചവനും ഇവൻ എങ്ങനെ എഴുന്നേറ്റു? നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവന് സൗഖ്യം വന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇവൻ തെളിവായി നിൽക്കുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. ധൈര്യത്തോടെ ന്യായാധിപ സംഘത്തോട് പറയുക, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ആമേൻ ഇവൻ സൗഖ്യം ഉള്ളവനായി മാറിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ആമേൻ 8-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ആമേൻ ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ആമേൻ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ആമേൻ ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ അതിന്റെ മറുപടി നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആമേൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവൻ സൗഖ്യമുള്ളവനായി മാറിയത്. അവരുടെ ധൈര്യം, ഈ ധൈര്യം കണ്ടപ്പോൾ 13-ാമത്തെ വാക്യത്തിൽ അവർ പത്രോസിന്റെയും ആമേൻ യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ലോകത്തെ ആശ്ചര്യപ്പെടുത്താനുള്ള ഡിഗ്രിയോ ആമേ സംസാരിക്കാനുള്ള കഴിവോ വൈഭവമോ ആമേ ക്വാളിറ്റീസ് ഒന്നും നിനക്കില്ലെങ്കിലും നിങ്ങളൊരു അഭിഷേകം വെളിപ്പെട്ടാൽ ആമേ ഉന്നതന്മാർ ആശ്ചര്യപ്പെടും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? ഇവർ സാധാരണക്കാരാ, ഇവർ സാമാന്യരായ മനുഷ്യരാ, അവൻ ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരാ. പക്ഷെ ഇവരുടെ ധൈര്യം കണ്ടിട്ട് അവിടെയുള്ള ഉന്നതന്മാരെല്ലാം ആശ്ചര്യപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? പലർക്കും ഒരു ആശ്ചര്യമായി മാറാൻ പോവുക. കരം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പലർക്കും ആശ്ചര്യമായി മാറാൻ പോവുക. ആശ്ചര്യമായി മാറാൻ പോകുക. കഴിവില്ലാത്ത, ബലമില്ലാത്ത, ആമേൻ ഒരു ക്വാളിറ്റിയും എടുത്തു പറയാൻ ഇല്ലാത്ത ആമേൻ നിന്നിലൂടെ ഇതൊക്കെ സംഭവിക്കുമ്പോ ഹല്ലേലൂയ, പലരും നിന്നെ ചൊല്ലി ആശ്ചര്യപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് കൈ മുതലായിട്ട് ഒറ്റ കാര്യം മതി, അത് ദൈവിക അഭിഷേകമാണ്. അഭിഷേകത്തിനെ ഉയർത്താൻ തുടങ്ങും. അഭിഷേകത്തിലേക്ക് മാന്യത നൽകും. അഭിഷേകത്തിലേക്ക് ഉയർച്ച നൽകും. ഇത്രയും ധൈര്യത്തോടെ എനിക്ക് പ്രസ്താവിക്കാൻ കഴിയുന്നത് മറ്റാരുടെ ലൈഫ് ചൂണ്ടിക്കാണിച്ച് എനിക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ലൈഫാണ് ഏറ്റവും വലിയ ഉദാഹരണമായി വരച്ച് കാണിക്കാനുള്ളത്. ഹല്ലേലൂയ. ഒരു ക്വാളിറ്റിയുമില്ല, ഒരു പ്രത്യേകതയുമില്ല. അഭിഷേകത്തിന്റെ ഒറ്റ ഉണ്ടെന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു ചെറിയ കണികയെങ്കിലും എന്റെ മേൽ വന്ന് വീണു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇന്ന് ലഭിക്കുന്ന സകല മാന്യതകളും, ഇന്ന് നടക്കുന്ന എല്ലാ വഴികളും, ഇന്ന് അനുഭവിക്കുന്നത് എല്ലാം ഈ അഭിഷേകത്താലാണ്. അതുകൊണ്ട് അറിവോ പഠിപ്പോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലെങ്കിലും ആമേൻ നിന്റെ മേൽ ഒരു അഭിഷേകം വീണാൽ അനേകം നിന്നെ ചൊല്ലി ആശ്ചര്യപ്പെടും. ഹല്ലേലൂയ.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യം മറ്റു പലതിനേക്കാളും ഒരു അസാധാരണ ധൈര്യം. ഏത് വിഷയത്തെ നേരിടുവാൻ, ഏത് പ്രതിസന്ധിയെ നേരിടുവാൻ മാനുഷിക ബലം കൊണ്ട് കഴിയത്തില്ല. ബലവാന്മാർ തളർന്നു പോകും. പക്ഷെ നിന്റെ മേൽ അഭിഷേകത്തിന്റെ കരുത്ത് വെളിപ്പെട്ട നീ ധൈര്യത്തോടെ പുഷ്പം പോലെ ആമേ പ്രതികൂലങ്ങളെ നേരിടും. ഡോക്ടർമാർ പറയും ഇനി രക്ഷയില്ല, അനുഭവത്തിന് പറയും കഴിഞ്ഞു പോയി, ഇനി സാധ്യതയില്ല. പക്ഷെ ആ റിപ്പോർട്ടുകളെ വലിച്ചു കീറി ഇനിയും ബഹുദൂരം ഓടാൻ കരുത്ത് പകരുകയാണ്. ടെസ്റ്റിങ്ങിനകത്ത് പല കുഴപ്പങ്ങളും കാണും. ആമേൻ. ടെസ്റ്റിങ്ങിനകത്ത് പല പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ആമേൻ ഡോക്ടർമാർ റെഡിങ് കൊണ്ട് വട്ടം വരച്ചതും വരയിട്ടതും ഒക്കെ കാണുമായിരിക്കാം. പക്ഷെ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അത് അവിടെ കിടക്കട്ടെ. അതിനേക്കാൾ വലുതും നിന്റെ സ്ഥിതികളിലൂടെ പടരുന്നുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി നിന്നിൽ വ്യാപരിച്ചു കഴിയുമ്പോ ആമേൻ മറ്റൊന്നിനും നിൽക്കാൻ കഴിയത്തില്ല, മറ്റൊന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഇവര് പറയുന്ന ഒരു പദമുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ കണ്ടും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം നിങ്ങൾക്ക് കിട്ടിയോ? ഔഷധി വായിച്ചേ. തർജ്ജനം ചെയ്തു. അതിന്റെ മുകളിലത്തെ വാക്യങ്ങളിൽ ഇനി മേലാൽ ഈ നാമത്തിൽ നിങ്ങൾ മിണ്ടിപ്പോകരുതെന്ന് ശക്തമായി ശാസിച്ച് അമർച്ച ചെയ്ത് തർജ്ജനം ചെയ്തവരെ പറഞ്ഞേക്കുക. പക്ഷെ അത് ശരി സാറേ, താങ്ക് യു എന്ന് പറഞ്ഞ് പോവുകയല്ല. അവരൊരു മറുപടി പറയുന്നു. വായിച്ചേ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കർത്താവിനെ അനുഭവിച്ചവർക്ക് കണ്ടിറങ്ങിയവരുണ്ട്, കേട്ടിറങ്ങിയവരുണ്ട്. കള്ളനെ കണ്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങിയ പട്ടികൾക്ക് കള്ളനെ പിടിക്കുവോളം കുര നിർത്താൻ കഴിയത്തില്ല. പക്ഷെ പട്ടിക്ക് ഭയങ്കര ഐക്യതയുണ്ട്. നമ്മളെക്കാൾ ഒരു മനസ്സും ഐക്യതയും ഏകഹൃദയവും ഒക്കെ ഉള്ള ഒരു കൂട്ടമാണ് നായ്ക്കൾ. ഒരെണ്ണം കുരയ്ക്കാൻ തുടങ്ങിയാൽ ഒരു കാരണമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുരയ്ക്കും. എന്തിനാ കുരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉരുപിടുത്തം ചുമ്മാ കുരയ്ക്കുക. ഇത് കേട്ടാൽ അടുത്ത വീട്ടിലെ പട്ടിയും കുരയ്ക്കും. അങ്ങനെ ഒരു കോളേജിൽ 50 വീടുണ്ടെങ്കിൽ 50 കുരയ്ക്കും. കുറെ കുറച്ച് കഴിയുമ്പോഴത്തേന് 50ാമത്തെ വീട്ടിലെ പട്ടി 49ാമത്തെ വീട്ടിൽ ചോദിച്ചു, നീ എന്തിനാ കുരയ്ക്കുന്നത്? എനിക്കത് പിന്നെ 48ാമത്തെ വീട്ടിൽ നിന്നൊരു കുര കേട്ടത്. ചുമ്മാ ഈടെ വെറുതെ കഴിക്കും. ഇത്രയൊക്കെ ചുമ്മാ കുരയ്ക്കേണ്ട ആവശ്യം. അത്യാവശ്യത്തെ കുരയ്ക്കണം. നമ്മളൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു കുര കേട്ടാൽ രണ്ടൊന്ന് കുരച്ചിട്ടൊന്ന് നിർത്തണം. ചുമ്മാ ഇങ്ങനെ കിടന്ന് രാത്രി മുഴുവൻ കുരയ്ക്കാതെ ആവശ്യമില്ലാതെ. അവസാനം കുര നിർത്തി വന്ന് 3ാമത്തെ വീട്ടിൽ 2ാമത്തോട് ചോദിച്ചു. 2ാമത്തെ വീട്ടിൽ 1ാമത്തെ വീട്ടിൽ നിന്ന് കേട്ടത്. 2ാമത്തെ 1ാമത്തോട് ചോദിച്ചു, ചുമ്മാ ഇവിടെ മതിയളിയാ നിർത്ത്. 1ാമത്തെ പറഞ്ഞില്ല, ഞാന് കേട്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങിയതല്ല, ഞാൻ കണ്ടിട്ട് കുരയ്ക്കാൻ തുടങ്ങിയതല്ല. കേട്ടവർ തളരും, കേട്ടവർ കുഴയും, പക്ഷെ കണ്ടവർക്ക് നിർത്താൻ പറ്റത്തില്ല. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പോയിക്കോ. യേശുവിനോട് അവർ തിരിച്ചു പറയുക, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് പലരെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാ? ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തിയപ്പോൾ മറുരൂപമലയിൽ വെച്ച് പത്രോസ് പറയുക, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം, നമ്മളിവിടെ ഇരിക്കുന്നത് നല്ലതാ, ഞാൻ 3 കുടില് പണിയാം. സ്തോത്രം. നിങ്ങളുടെ കൂടെ ഇങ്ങനെ വസിക്കുന്ന എനിക്കിഷ്ടം. അവന്റെ മഹത്വം കാണേണ്ടവണ്ണം കണ്ട, അവനെ അറിയേണ്ടവണ്ണം അറിഞ്ഞ, അവനെ അനുഭവിക്കേണ്ടവണ്ണം അനുഭവിച്ച. അതാ വചനം, യഹോവ നല്ലവനെന്ന് കണ്ടറിയുന്നല്ല, കേട്ടറിയുന്നല്ല, രുചിച്ചറിയും. Taste and see that the Lord is good. കർത്താവിനെ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്തെത്തോളം കാലം
നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരു കാര്യത്തിന്റെ, ഒരു സാധനത്തിന്റെ രുചി എന്തെന്ന് അറിയാൻ പറ്റത്തില്ല. ഇൻഗ്രീഡിയൻസ് വിവരിക്കാൻ പറ്റും, എങ്ങനെയാണ് അത് പാകം ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് കുക്കറി ഷോയിൽ ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ രുചിക്കാത്തിടത്തോളം അതെന്തെന്ന് അറിയത്തില്ല. ഇന്ന് ക്ലാസ് എടുക്കുന്നവർ ധാരാളമുണ്ട്, പഠിപ്പിക്കുന്നവർക്ക് ഒരു കുറവ് നമ്മുടെ സമൂഹത്തിൽ ഇല്ല, പക്ഷേ അനുഭവിക്കുന്നവർ കുറവാണ്. നമ്മുടെ ഈ കൂട്ടം യേശുവിനെ അനുഭവിക്കുന്ന കൂട്ടമാകട്ടെ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്ന കൂട്ടം, അനുഭവിച്ചവരെ കണ്ടറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച റൈസൂരായിരുന്നപ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയ, എന്നെ ലജ്ജിപ്പിച്ചൊരു ഘടകം. ആ ചർച്ചില് ഡ്രം അടിക്കുന്നത്, കീബോർഡ് വായിക്കുന്നത്, ട്രിപ്പിൾ അടിക്കുന്നത്, ഗിറ്റാറ്, ഇങ്ങനെ ഒത്തിരി ഉപകരണമുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്ന അന്തന്മാർ എന്ന് പറഞ്ഞാൽ 100% കണ്ണിന് കാഴ്ചയില്ലാത്തവർ, 1% പോലും കാഴ്ചയില്ല. അവരുടെ പാസ്റ്റർക്ക് ഒരു കണ്ണൊട്ടും കാണത്തില്ല, രണ്ടാമത്തെ കണ്ണിൽ 40% കാഴ്ചയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, കാരണം ടെസ്റ്റ് പാസ്സാകത്തില്ല, അതുകൊണ്ട് ലൈസൻസ് ഇല്ല. പക്ഷെ ഇവിടെ വണ്ടി ഓടിക്കാതെ കാര്യം നടക്കുമോ? ഇതൊരു ധൈര്യം. നമ്മളും ചാർജാകും. ഇവരെ പരസഹായത്തോടെ കൈപിടിച്ചുകൊണ്ടൊന്ന് വേണം സ്റ്റേജിൽ ഇരുത്താൻ. ഇൻഷുറൻസ് ഒക്കെ ഉപയോഗിക്കുന്നവരെ അടി തുടങ്ങിയാൽ നിർത്തത്തില്ല. പ്രസിഡന്റ് തുടങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഇരിക്കുന്ന പോലെ ഒരു ദൂത് വരുമ്പോഴത്തേക്കും ഈ ഡ്രമ്മടിച്ചങ്ങ് തകർക്കും. എനിക്ക് പ്രസംഗിക്കാൻ സമയം തികയുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മോനെ അവസാനം എല്ലാം കൂടെ അടിക്കാൻ സമയം തരാം, ഓരോന്നും നീ അടിക്കരുത്. ട്രാൻസ്ലേറ്ററെ കൊണ്ട് പറയിച്ചു. കാരണം അവരടി തുടങ്ങാൻ 3 മിനിറ്റ് ഇത് അടിക്കാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും കൂടെ കൈയടിച്ച് ബഹളമാക്കും. ഞാൻ ചുമ്മാ നിൽക്കണം. ഞാൻ പറയാം, അവസാനം നിന്നെ അടിപ്പിക്കാം, ക്ഷണിക്കാൻ പറഞ്ഞു. അല്ല, ഒരു വശത്ത് കൂടെ അവരുടെ ആവേശം എന്ത്, രാത്രിയും പകലൊന്നും ഇല്ലാതെ 100% ബ്ലൈൻഡ് ആയിട്ടുള്ളവര് കർത്താവിനെത്തിക്കാം. പരിമിതികൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഒത്തിരിയുണ്ട്. നമുക്ക് ചെറിയൊരു മുട്ടപ്പനി വന്നാൽ അന്നത്തെ ദിവസം അത് വലിയ കാര്യമാണ്. ഒരു കുഞ്ഞു കാര്യമുണ്ട്, അതിന് ഏറ്റവും വലുതാക്കി നമ്മൾ മാറ്റും. ആരാധനയുള്ള കാര്യത്തിൽ മാത്രം. കല്യാണത്തിന് രക്ഷയില്ല, മറ്റു കാര്യങ്ങൾക്ക് എന്നതൊരു തടസ്സമല്ല, പക്ഷെ ആരാധനക്ക് തടസ്സം പറയും. പക്ഷെ 100% പരിമിതികളുടെ കൂടായ ഈ അന്ധന്മാർക്ക് അതൊരു വിഷയമല്ല. ഹല്ലേലൂയ. അവർ കർത്താവിന്റെ എന്തും ഏതുമാകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, ഇവർക്ക് എന്നാ പരിപാടി? അപ്പൊ എന്നെ കൊണ്ടുപോയി കാണിച്ച റൂം കാണിച്ചു. അവിടെ ഫുൾ ടൈം പ്രയർ ആണെന്ന്. 24 മണിക്കൂറുള്ള പ്രയർ ടവറിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ അന്ധന്മാര് മാത്രമല്ല, കണ്ണ് കാണാത്ത കുറെ പെൺപിള്ളേരൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ അവിടെ ഇരുന്ന് എപ്പോഴും ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് വിഷയമൊക്കെ ഈ ഫോണിലൂടെ വിളിച്ച് പറയും, അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നെഗറ്റീവ് അടിക്കാനാണെങ്കിൽ എൻ്റെ മലയാള ബുദ്ധി ഞാൻ ചിന്തിച്ചു, എൻ്റെ കണ്ണ് തുറന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ മലയാളി ബുദ്ധി ഞാൻ ചിന്തിച്ചു, ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയത്തില്ല, എൻ്റെ കണ്ണൊന്ന് തുറന്ന അപ്പ, എന്നാൽ ഞാൻ നാട്ടുകാർക്ക് വേണ്ടി. അവർക്ക് വിഷയമല്ല. എന്റെ കണ്ണ് തുറന്നില്ലെങ്കിലും ഈ ലൈഫ് എന്നത് യേശുവിന് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുക. എന്താണെന്നറിയോ? അഭിഷേകം. ഹല്ലേലൂയ. അവര് കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഈ കണ്ണ് അടഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് മഹത്വം വർദ്ധിക്കുന്നത്. പരിമിതികളെ വലുതായി കാണാതെ, പരിമിതികളെ വകവയ്ക്കാതെ ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. ദിവസങ്ങൾ നമ്മുടെ മേലൊരു ധൈര്യമുണ്ടാകട്ടെ. നമുക്കൊക്കെ ആരാധനയ്ക്ക് വരുമ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും വേണം. എല്ലാം ഒത്തിണങ്ങി വന്നാൽ നമ്മൾ വരും. വന്നിരിക്കണേലും നമുക്ക് കുറെ സുഖസൗകര്യങ്ങൾ വേണം. യേശുവിന്റെ നാമത്തിൽ മഞ്ചാനിക്ക് പൊട്ടത്തുന്ന കർത്താവിനോട് എന്തും ഏതുമായി തീരാൻ ഹൃദയം ഒരുക്കമുള്ളവരെ ഈ തലമുറയിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. കേൾക്കണം. കണ്ണു പൊട്ടന്മാരായിട്ട് ഇരിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, പ്രേട്ടോളൊക്കെ അവിടെ മറ്റോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുത്തിന് LLB കഴിഞ്ഞു, ഒരുത്തിന് MBA കഴിഞ്ഞു. സ്വതന്ത്രം. ഒരുത്തിന് ജോലിയുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പോയി മാസം എന്തേ പറയുന്നത്? അടുത്ത രസം എന്നെ അമ്പരിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോഴാണ് പറയുന്നത്. ഇവിടുന്ന് 9 മണിക്കൂർ ദൂരെ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് ഇവിടുന്ന് പഠിക്കുന്നത്.
എല്ലാ ശനിയാഴ്ചയും വരും, തിങ്കളാഴ്ച രാവിലെ പോകും. ഞാൻ ചോദിച്ചു എങ്ങനെ വരും, ആരും പോയി കൂട്ടിക്കൊണ്ടിരിക്കും? ആരും കൂട്ടിക്കൊണ്ടിരിക്കണം? 9 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും യാത്ര ചെയ്യും, 18 മണിക്കൂർ തന്നെ ട്രെയിൻ കയറി വരും. ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഒരു പ്രത്യേക ലിപിയുണ്ട്, ഈ അന്ധമാർക്ക് പഠിക്കുന്ന അതിലൂടെ അവർ പഠിക്കുന്നത്. പക്ഷെ നോക്കിക്കോളെ, കർത്താവിന്റെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ആരുമില്ലാത്തവര്, അമ്പന്മാരായതുകൊണ്ട് അപ്പനും അമ്മയ്ക്ക് വേണ്ടാന്ന് വെച്ചു. അവർക്കെല്ലാം ഒരു ഭാരമാ, ജീവിതകാലം മുഴുവൻ ഭാരമല്ലേ. പക്ഷെ ദൈവങ്ങളുടെ ഭാവിക്ക് വേണ്ടി വഴി തുറന്നു, വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിലെ മീറ്റിംഗ് വലിയ ഓഡിറ്റോറിയം, നമ്മുടെ ആർക്കെ ഓഡിറ്റോറിയത്തേക്കാൾ വലിയ ഓഡിറ്റോറിയം. ആ സ്റ്റേജിൽ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഇവർ നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട്, ഞാൻ മാത്രമേ സാധാരണ ഡ്രസ്സ്. അവരെല്ലാം സൂട്ടും കോട്ടും ടൈയും ഒക്കെ കെട്ടി അടിപൊളിയായിട്ട് വർഷിപ്പ് ചെയ്യുക. എല്ലാ ഇൻസ്ട്രുമെന്റ്സും അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുക. ഞാൻ എന്ത് ടാലന്താ, എന്തൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പാസ് പറയാ, ഒന്നുമില്ല, കർത്താവിന്റെ കൃപയാ. ഞാൻ കുറച്ച് ട്രെയിനിങ് കൊടുത്തതേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുക. അവസാനം അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അവർ പറഞ്ഞു, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഒറ്റ പോയിന്റേ ഞങ്ങൾക്കുള്ളൂ. കാഴ്ചയിട്ടാണെന്നല്ല, ഞങ്ങൾക്ക് ഇനി അഭിഷേകം, ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്യണം, ഞങ്ങൾക്ക് ഇനി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. കർത്താവ് പകരാതിരിക്കുമോ? കർത്താവ് ഉപയോഗിക്കാതിരിക്കുമോ? എന്നവരെ പ്രിയമുള്ളവരെ, അസാധാരണമായ ഒരു ധൈര്യം അവര് പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. സഭയൊന്നടങ്കം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇവരോട് കൂടെ ഇരിക്കണമേ, അപ്പോസ്തലന്മാരോട് കൂടെ ഇരിക്കണമേ, ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കണം, വീര്യപ്രവൃത്തികൾ നടക്കണം എന്ന് പറഞ്ഞ് സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സംഭവിച്ചത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അവരുടെ പ്രാർത്ഥന ഉറക്കുന്ന പ്രാർത്ഥനയല്ല. രാവിലെ മയങ്ങുന്നുണ്ടോ? പഴയ നിയമത്തിൽ യാഗം കഴിക്കുമ്പോൾ പുരോഹിതന്റെ കയ്യിലൊരു ഉപകരണമുണ്ട്, അതിന്റെ പേരാണ് മുപ്പല്ലി. ഞാൻ പറയാൻ താല്പര്യമുള്ള കാര്യമല്ല. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തീ ഇങ്ങനെ ആളുമ്പോഴേ മാംസകഷ്ണങ്ങൾ പൊട്ടി ഏതെങ്കിലും ഒന്ന് പുറത്ത് വീണാൽ മുപ്പല്ലി കൊണ്ട് കുത്തി, അത് നമ്മൾ ഈ പപ്പടം കുത്തി കൊടുത്ത സാധനം, അതുകൊണ്ട് കുത്തി. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, ഇനി ഇവിടെ മുപ്പല്ലിയും കൊണ്ട് ഞാൻ നിൽക്കേണ്ടി വരും. കാരണം യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലത് മയങ്ങി, ചില പീസുകൾ തെറിച്ചു പോകുന്നു. അതിനെ കുത്തി തീക്കകത്തിടാൻ ശ്രദ്ധിച്ചിരിക്കുക. ആമേൻ. മയങ്ങി പ്രാർത്ഥിക്കരുത്. ഞാനിപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആരുടെ പ്രാർത്ഥന സഹായം പ്രസംഗിക്കാൻ വേണ്ട, തന്റെ ദാസനെ താങ്ങാൻ വേണ്ടി വേണ്ട, അതൊക്കെ പ്രാർത്ഥിക്കണം. പക്ഷെ ചർച്ച വരുമ്പോൾ മാത്രം എന്നെ താങ്ങി പ്രാർത്ഥിക്കരുത്. പ്ലീസ് ശ്രദ്ധിച്ച് കേൾക്കണം. കരങ്ങൾ ദൈവത്തിന് സ്തുതിച്ചേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിടം കുലുങ്ങി. ഭൂമി കുലുക്കം ഉണ്ടാകുന്ന പോലെ ഒരു അനുഭവം പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോൾ, അതാണ് ഈ ശക്തിയുടെ പ്രത്യേകത, ഡൈനാമിക് പവറാണ്. എന്തിനാണ് ഈ ശബ്ദം? ആമേൻ. ശബ്ദം ഉണ്ടാകുന്നതല്ല, ഉണ്ടായി പോകുന്നതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 100 കിലോ ഉള്ള മസിൽ പവർ ഉള്ള 6 പായ്ക്ക് 12 പായ്ക്ക് ഒക്കെ ഉള്ള ആൾക്കാര് ഭയങ്കര ടൈപ്പായിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുക. ആ പുള്ളിയുടെ അടുത്തോട്ട് ചെന്നിട്ട് അറിയാതെ ഒരു 50 വയസ്സിൽ മുട്ടുസൂചി കൊണ്ട് കാല് കുത്തു, കാല് വലിക്കുകയില്ല. എന്താ പ്രതികരിച്ചു? ഇപ്പൊ ഈ ഫാൻ എല്ലാം ഓഫായ നമ്മുടെ ശരീരം ഒന്നുകൂടെ വേർക്കാൻ തുടങ്ങും, അല്ലെ? നമ്മുടെ ശരീരം പ്രതികരിക്കുക. ഈ ദൈവശക്തി നമ്മുടെ മേൽ വന്ന പ്രതികരിക്കത്തില്ലേ? ദൈവശക്തി വന്നു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകത്തില്ലേ? ആരാധനയ്ക്ക് വന്നിട്ട് അനങ്ങാപ്പാറകളെ പോലെ മയിൽക്കുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവശക്തി അടുത്തുകൂടെ പോലും പോയിട്ടില്ല. മധ്യത്തിലുണ്ട്, പക്ഷെ അത് എന്നിലേക്ക് കടക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. ദൈവശക്തി അകത്ത് വന്നാൽ അവൻ അനങ്ങാപ്പാറ പോലെ ഇരിക്കത്തില്ല, അവർ ചലിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടി ഇരുന്നിടം കുലുങ്ങി.
പുതിയ കോൺക്രീറ്റ് നടക്കുമ്പോൾ തന്നെ സ്ട്രോങ്ങിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ദാസനൊക്കെ ചാടി തിമിർക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം പറഞ്ഞില്ലല്ലോ, അവിടെ ചാടുമ്പോൾ പരിമിതിയുണ്ട്. താഴെ ഞാൻ പറഞ്ഞു ആ നല്ല കട്ടിക്ക് ഇടണം. 100 ദാസന്മാർ വന്ന് ചാടിയാലും വീഴുന്നവന്റെ കാലൊടിയല്ലാതെ തറയ്ക്കൊന്നും സംഭവിക്കരുത്. കിട്ടുന്നുണ്ട്. എന്റെ പണ്ട് പ്രിയമുള്ളവർ ദൈവസഭയിൽ വരപ്പെടുത്തേന് ഇങ്ങനെ ഏൽപ്പിച്ചുള്ള മുഖത്തൊഴിക്കാത്തത് സന്തോഷത്തോടെ ഇരിക്കുക. സന്തോഷത്തിന്റെ പരിപൂർണത ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഗൗരവത്തോടേക്ക് ഇരുന്ന് പുറത്തെ പൊട്ടലൊക്കെ ചിറാപ്പിഞ്ചി മഴയത്ത് കേൾക്കുമ്പോഴത്തേക്ക് എന്നാന്നല്ലേ ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്ന അത്രയും സന്തോഷം ലോകത്തിന് തരാൻ കഴിയത്തില്ല. ആത്മസാന്നിധ്യം നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾക്ക് സന്തോഷവും ബലവും ധൈര്യവും ആരോഗ്യവും കരുത്തും എല്ലാം പരിശുദ്ധാത്മാവ് പകരുന്നത്. ആബേലിന്റെ യാഗത്തിന്റെ പ്രത്യേകത അത് ചലിക്കുന്നതാണ്. ആട്ടിൻകുട്ടിയെ ഒരു സ്ഥലത്ത് കെട്ടിയാൽ അത് അടങ്ങിയിരിക്കത്തിൽ, അത് ചലിച്ചുകൊണ്ടിരിക്കും. അത് ജീവനുള്ളതാണ്. പാമ്പിടിച്ചവൻ ഒരു ആട്ടിൻകുട്ടിയെ കിട്ടിയുള്ളൂ ഞാൻ കഴിക്കാൻ. ആമേൻ. ഒരു കുട്ട നിറച്ച കഴിഞ്ഞ യാഗത്തിന് കൊണ്ടുവന്നത് പടവലങ്ങ, മുരിങ്ങയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക എല്ലയൊക്കെയാണ്. പക്ഷെ ഇക്കായെല്ലാം കൊണ്ട് ഇരുത്തിയപ്പോൾ അവിടെ ഇരുന്ന് ഒന്നും ചലിച്ചില്ല. പക്ഷേ ആബേൽ എന്ത് ചെയ്തു? ആബേല് കൊണ്ട് നാട്ടിൻകുട്ടിയുടെ അടക്കി കെട്ടിയപ്പോൾ അത് കെട്ടിയിട്ട് കടന്നോ, അത് ചലിക്കാൻ തുടങ്ങി. കാരണം ജീവനുള്ളവ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ജീവനുള്ളവ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസ്ഥാനത്തിൽ വരുന്ന നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ദൈവശക്തിക്ക് വേണ്ടി അത് കൊതിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ബലമിറങ്ങി വരും. അഭിഷേകത്തിൽ ആരാധിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ ചെറുമ്പലുകൾ അടർന്നു മാറുന്ന പോലെ ഭാരം, രോഗം, നിരാശ, വേദനയൊക്കെ നിങ്ങൾ അടർന്നു പോകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ ആദിമസഭയുടെ പ്രാർത്ഥന കുറച്ചുകൂടെ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിടം കുലുങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചലിക്കുന്ന പ്രാർത്ഥന, ചലിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞതിന്റെ പ്രാർത്ഥന റൂമിനകത്ത് ഒരു വിഷയത്തിന് വേണ്ടി അവൻ മുട്ടുമടക്കുമ്പോ അവൻ ചലിച്ചു തുടങ്ങും. അഭിഷേകം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന റൂമിനകത്ത് മുട്ടുമടക്കിയ മൈലുകൾക്കപ്പുറത്ത് ചലിക്കാൻ തുടങ്ങും. ചലനമറ്റ് കിടക്കുന്നത് ചലിപ്പിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷിയുണ്ട്. അഭിഷേകത്തിന്റെ ആയുധം നാവാണ്. നിന്റെ നാവ് നീ ഉപയോഗിക്കുമ്പോ അത് അസാധാരണമായ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു പവർഫുൾ വെപ്പണാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചലിക്കുന്ന പ്രാർത്ഥനകൾ വരട്ടെ, ചലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ വരട്ടെ. അവൻ ക്രിയേഷൻ നടത്തുന്ന, അവൻ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ആമേൻ. അവർ ഇരുന്നിടം കുലുങ്ങി. അടുത്ത വാക്കൊന്ന് വായിച്ചേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഓ, ആ കുലുക്കത്തിനകത്ത് ഒരു ധൈര്യം വന്നു, ഒരു നിറവ് വന്നു. അവരുടെ മേൽ ഒരു അസാധാരണ ധൈര്യം. അപ്പോസ്തലന്മാർക്കുള്ള ധൈര്യം തന്നെ സകല ജനത്തിന്റെ അകത്ത് വന്നു. അവർ ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ നിറവും ധൈര്യവും വന്നപ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് അടുത്ത വാക്യങ്ങളുണ്ട്. എന്താ സംഭവിച്ചത്? ആമേൻ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം, ഏക മനസ്സുമുള്ളവരായിരുന്നു. ആത്മാവിന്റെ നിറവ് വന്നപ്പോൾ, ആത്മാവിന്റെ ധൈര്യം വന്നപ്പോൾ ആമേൻ, അവിടെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായില്ല, അവിടെ ഡിവിഷൻസ് ഉണ്ടായില്ല. ഏക ഹൃദയം, ഏക മനസ്സ് അവരുടെ ഇടയിൽ ഉണ്ടായി. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഹല്ലേലൂയ. സകലവും അവർക്ക്
ആത്മാവിന്റെ ശക്തി വന്നപ്പോൾ കുലുക്കത്തിലൂടെ ഒരു ധൈര്യം, ഒരു നിറവ് അവർ സംഭവിച്ചപ്പോൾ അവർ ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായി എഴുന്നേറ്റു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ, ഒരു ചലനം വന്നു കഴിയുമ്പോൾ ആമേൻ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്, പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ സംഭവിക്കും. ആമേൻ. ചിലർ യോജിക്കാൻ കഴിയുന്നില്ലേ? ചിലർ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? എനിക്ക് ആ വിഷയത്തിൽ എന്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, എനിക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, എനിക്കത് യോജിക്കാൻ, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അസ്വസ്ഥത പലപ്പോഴും പലരും ഉണ്ടാവും. എന്നാൽ ദൈവാത്മാവിന്റെ നിറവ് വന്നു കഴിയുമ്പോൾ സകലത്തിനുമുള്ള പരിഹാരം ആത്മാവ് വരുത്തും. ഏകഹൃദയവും ഏക മനസ്സും. ഹല്ലേലൂയ. ഏകഹൃദയവും ഏക മനസ്സും, അതാണ് ആത്മാവിന്റെ പ്രവൃത്തി. യേശുവിനോടുകൂടെ നടന്നപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സംശയം അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു ചോദ്യം, തങ്ങളിൽ ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? ആര് വിട്ടുകൊടുക്കുന്നത്? എന്നാൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നമൊക്കെ അങ്ങ് മാറി. 12 പേരോട് കൂടെ 11 പേരുടെ കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നു. ആമേൻ. എനിക്ക് പ്രസംഗങ്ങളോട് ആരും മൈക്കിന് വേണ്ടി കടിപിടി കൂട്ടിയില്ല. പത്രോസ് പ്രസംഗിച്ചപ്പോൾ ബാക്കി 11 പേരും കൂടെ നിന്ന് പ്രാർത്ഥിച്ച് ആമേൻ കൈത്താങ്ങൽ കൊടുത്ത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട്. അതൊന്നും അങ്ങനെ അല്ലായിരുന്നോ? ആരാണ് വലിയവനെന്നുള്ള ഭയങ്കര ഒരു ഭിന്നത ഉണ്ടായിരുന്നു. ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഭിന്നതകൾ മാറും. ആത്മാവ് വന്നു കഴിയുമ്പോൾ ഏക മനസ്സ്, ഏക ഹൃദയം ഉണ്ടാകും. ധൈര്യം വേണോ? ആത്മാവിന്റെ നിറവ് വേണോ? പ്രാർത്ഥന വ്യത്യാസപ്പെടട്ടെ. പ്രാർത്ഥന ചലിക്കുന്ന പ്രാർത്ഥനയാകട്ടെ, ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാകട്ടെ, ഇളക്കുന്ന പ്രാർത്ഥനയാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയോളം പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം, മറ്റൊരു ആയുധമില്ല. വചനം ഏറ്റവും ശ്രേഷ്ഠം. ഞാൻ വചനത്തെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വചനം ദൈവമാണ്. ആമേൻ. ഞാൻ പ്രാർത്ഥന, ആരാധന, വിശ്വാസമായ ഒരു മേഖലയിൽ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായിട്ടും ആമേൻ കടന്നു തുളച്ചു ചെല്ലാൻ, ഫേസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ. സാധാരണ പ്രാർത്ഥനയല്ല, ചടങ്ങിലിരിക്കുന്ന പ്രാർത്ഥന, ആചാര പ്രാർത്ഥനയല്ല. ആമേൻ. ചലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ. അത് പഠിച്ചു പറയേണ്ട പ്രാർത്ഥനയല്ല. നിങ്ങളുടെ മേൽ അഭിഷേകം വരുമ്പോൾ ആത്മാവ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. അക്ഷരാഭ്യാസവും കഴിവുമൊന്നും ഇല്ലാത്തവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന. 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് നിർത്താൻ പോവാ. 29 വായിച്ചേ. ഇപ്പോഴോ കർത്താവേ, പരിശുദ്ധനും നിത്യനും നീതിമാനും നമ്മളോട് തുടങ്ങിയില്ല. ആമേൻ. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണി, ചില ഭീഷണി സ്വരം ഉയരുന്നുണ്ട്. അതൊന്ന് നോക്കണം. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കാൻ അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. എന്താ പറയുക? സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. ആമേൻ. അഭിഷിക്തന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമോ, ഞാനും എന്റേത് എന്നുള്ള ചിന്ത വിട്ടിട്ട് ദൈവരാജ്യം എന്നുള്ള വിശാല കാഴ്ചപ്പാടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇറങ്ങി വരും. അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങളോ അത് പ്രാർത്ഥിക്കാതെ നടക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്ന് നിറഞ്ഞെന്നല്ല, അവർ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. അവർ അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അവർ അപ്പോസ്തലന്മാർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. പക്ഷെ ആത്മാവ് വന്നപ്പോൾ പക്ഷപാതമില്ലാതെ എല്ലാവരുടെ മേലും പകർന്നു. സ്വാർത്ഥത വെടിഞ്ഞ്
ദൈവ വിഷയം സംബന്ധിച്ച് നീ ഒന്ന് സമ്പന്നനാകാമെങ്കിൽ നീ പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ വിഷയത്തിന്റെ പരിഹാരം, നീ പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. എന്ന് പറഞ്ഞ ഒരു വിഷയം പറയണം ഞങ്ങൾ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം. പക്ഷെ ആത്മാവിന്റെ ഒരു ശക്തിയാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, അങ്ങനെ പ്രാർത്ഥന വരത്തില്ല, എനിക്കത് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് കുറെ കാര്യമൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കുന്നത്, പക്ഷെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരാവശ്യവും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, അല്ലാതെ വേറെ എന്തൊക്കെയോ ആത്മാവ് പ്രാർത്ഥിപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാർത്ഥന അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും അസാധാരണമായ ധൈര്യം, ഒരാത്മാവിന്റെ നിറവ് പരിശുദ്ധാത്മാവ് പകരാൻ പോകുന്നു. കണ്ണുകൾ അടച്ച് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത്ഭുതമായി തീരേണ്ടതിന്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, അസാധാരണമായ ആത്മീയ നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിച്ചു എല്ലാവരും പ്രാർത്ഥിച്ചോടെ കേൾക്കപ്പെട്ട വചനത്തെ ഓർത്തുകൊണ്ട് സുരേഷ് ബ്രദർ ചുരുക്കം